മിഡ് ഡേ വാർത്തയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. കൊലപാതക ബലാത്സംഗ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദ് സ്വാമി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിവിദഗ്ധമായി ജയിൽ ചാടിയ വാർത്തയാണ്. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. കേരളത്തിൻ്റെ മനസാക്ഷ്യം നടുക്കിയ ഒരു ബലാത്സംഗ കൊലപാതകമായിരുന്നു നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകം. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു അദ്ദേഹം. വെളുപ്പിനെ അതിവിദഗ്ധമായിട്ട് വെളുപ്പാങ്കാലം 1:30 മണിക്ക് അവർ നോക്കുമ്പോഴത്തേക്ക് അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും അദ്ദേഹം തടവ് ചാടി. ബ്രിട്ടനുമായിട്ടുള്ള ഇന്ത്യയുടെ കോംപ്രിഹെൻസീവ് എക്കോണമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്, അതായത് സീറ്റ എന്ന് പറയുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിൽ ഒപ്പിട്ടു. ഒരുപാട് കൺസ്യൂമർ ഐറ്റങ്ങൾ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് തീരുവയില്ലാതെ ഇറക്കാൻ പറ്റുന്നതുകൊണ്ട് ഒത്തിരി സാധനങ്ങളുടെ വില കുറയാനുള്ള സാധ്യത കാണപ്പെടുന്നു. തായ്ലൻഡ്, കംബോഡിയ എന്നീ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാവുകയും അവർ തമ്മിലുള്ള ആ തർക്കത്തിൽ 12ഓളം പേര് മരിക്കുകയും 2 രാജ്യങ്ങളും അവരുടെ സൈന്യങ്ങളെ 2 ഭാഗത്തായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഒരു യുദ്ധ സംഘർഷ സാധ്യത ഏഷ്യയിൽ വീണ്ടും ഉരുണ്ടുകൂടുന്നു. പാലസ്തീൻ രാജ്യത്തെ ഫ്രാൻസ് അംഗീകരിച്ചതിന് അമേരിക്കയും ഇസ്രായേലും അതിനിശ്ചിതമായി അപലപിച്ചു. RSSന്റെ സർസംഘചാലകൻ ശ്രീ മോഹൻ ഭാഗവത് ഡൽഹി ഹരിയാന ഭവനിൽ വെച്ച് 50ഓളം മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്തി. ബീഹാർ സീതാമാരി എന്ന് പറയുന്ന ജില്ലയിൽ ഹിന്ദു പുരോഹിതനായി വേഷം മാറി ജനങ്ങളെ കബളിപ്പിച്ചതിന് ഒരു മുസ്ലിം നാമധാരിയെ സീതാമാരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനം തുടങ്ങി. മാലദ്വീപ് പ്രസിഡന്റ് മുമുത്സു അദ്ദേഹത്തെ സ്വീകരിച്ചു. മുൻ ഹരിയാന മുഖ്യമന്ത്രി ശ്രീ ML ഖട്ടറിനെ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കോ ഭാരതത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ BJP പരിഗണിക്കുന്നുണ്ട്. തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ശ്രീ നരേന്ദ്രമോദി മറികടന്നു.